നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളം അറിയുന്നവർക്ക് കേരള സർക്കാർ സ്ഥിരജോലി. SFC കേരള റിക്രൂട്ട്മെൻറ്റ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് സീപ്പർ ഫുൾ ടൈം ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യതയുള്ളവർക്ക് കേരള PSC വഴി അപേക്ഷിക്കാം. ബേസിക് യോഗ്യതയുള്ളവർക്ക് നേടാൻ കഴിയുന്ന മികച്ച അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വേക്കൻസി ഡീറ്റെയിൽസ്. സ്റ്റേറ്റ് ഫാർമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള പ്രസിദ്ധീകരിച്ച ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രകാരം സീപ്പർ തസ്തികയിലേക്ക് ആകെ 3 ഒഴിവുകളാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി. ഉദ്യോഗാർത്ഥികൾ 1988 ജനുവരി 2-നും 2006 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. മറ്റ് പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്നവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും നിയമാനുസൃത വയസ്സിളവുണ്ടായിരിക്കും. ക്വാളിഫിക്കേഷൻ: ഇംഗ്ലീഷ്, മലയാളം, തമിഴ് അല്ലെങ്കിൽ കന്നഡ എന്നതിലെ സാക്ഷരതയാണ് യോഗ്യത. അതായത് മലയാളം സംസാരിക്കാനും എഴുതാനും അറിയുന്നവർക്ക് അപേക്ഷിക്കാം എന്ന് സാരം. സാലറി ഡീറ്റെയിൽസ്. സീപ്പർ ഫുൾ ടൈം പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 16,500 രൂപ മുതൽ 35,700 രൂപ വരെ ശമ്പളം ലഭിക്കും. ശമ്പളത്തിനു പുറമെ കേരള സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന മറ്റെല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതുമാണ്. സെലക്ഷൻ: 1 OMR പരീക്ഷ, 2 ഷോർട്ട് ലിസ്റ്റ്, 3 സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, ലാസ്റ്റ് നിയമനം. ആപ്ലിക്കേഷൻ ഫീസ്: അപേക്ഷിക്കുന്നതിന് പ്രത്യേകിച്ച് ഫീസൊന്നും തന്നെ ആവശ്യമില്ല. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത ശേഷം അപേക്ഷിക്കുക. രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ യൂസർ നെയിമും പാസ്വേഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. ശേഷം നോട്ടിഫിക്കേഷൻ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. സെർച്ച് ബാർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് 286/2024 എന്ന കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്യുക. നിങ്ങൾ നിശ്ചിത തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹരാണെങ്കിൽ അപ്ലൈ നൗ എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷിക്കുക. അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായി മൊബൈൽ ഫോൺ ഉള്ളവർ പ്ലേ സ്റ്റോറിൽ നിന്നും ബ്രൗസർ ഡൗൺലോഡ് ചെയ്ത് അതിലെ മൗസ് ബട്ടൺ ഇനേബിൾ ചെയ്തുകൊണ്ട് അപേക്ഷിക്കുക. അപേക്ഷകൾ 2023 ഒക്ടോബർ 3 രാത്രി 12 മണി വരെ ഓൺലൈൻ വഴി സൗജന്യമായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കേരഫെഡിൽ ജോലി നേടാൻ അവസരം. 35,000 രൂപ മാസശമ്പളത്തിൽ കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരം. കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേരഫെഡ് ഫുഡ് ടെക്നോളജിസ്റ്റ് കൺസൾട്ടൻറ്റ് ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപ്പര്യമുള്ളവർക്ക് തപാൽ വഴി അപേക്ഷ നൽകാം. കൂടുതൽ വിവരങ്ങൾ നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ഫോർ കേരഫെഡ് റിക്രൂട്ട്മെൻറ്റ്. കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേരഫെഡ് പ്രസിദ്ധീകരിച്ച ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഫുഡ് ടെക്നോളജിസ്റ്റ് കൺസൾട്ടൻറ്റ് പോസ്റ്റിലേക്ക് ആണ് ഒഴിവുകൾ ഉള്ളത്. ഏജ് ലിമിറ്റ്: അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി പ്രകാരം ഉദ്യോഗാർത്ഥിക്ക് 70 വയസ്സ് കവിയരുത്. വിരമിച്ചവർക്കും അപേക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ: 1 ഫുഡ് സേഫ്റ്റി ആൻഡ് ഫുഡ് ടെക്നോളജി ആൻഡ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ഓയിൽ ടെക്നോളജി എന്നിവയിൽ സർക്കാർ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം. മേൽ പറഞ്ഞവയുടെ അഭാവത്തിൽ സർക്കാർ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഫുൾ ടെക്നോളജിയിൽ ഡിപ്ലോമ പരിഗണിക്കും. 2 ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് 15 വർഷത്തെ പ്രവൃത്തി പരിചയം. സാലറി: കേരഫെഡ് റിക്രൂട്ട്മെൻറ്റ് വഴി ഫുഡ് ടെക്നോളജിസ്റ്റ് കൺസൾട്ടൻറ്റ് പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ
35,000 രൂപ ശമ്പളമായി ലഭിക്കും. സെലക്ഷൻ 1 ഷോർട്ട് ലിസ്റ്റിംഗ് 2 ഇൻ്റർവ്യൂ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ബയോഡേറ്റ, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ID പ്രൂഫ് എന്നിവ സഹിതം അനുബന്ധത്തിൽ നിശ്ചിത ഫോർമാറ്റിൽ കൃത്യമായി പൂരിപ്പിച്ച അപേക്ഷകൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വിലാസത്തിൽ സമർപ്പിക്കാം. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 സെപ്റ്റംബർ 13 വരെയാണ്. അയക്കുന്ന കവറിന് മുകളിൽ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഹോം കൺസൾട്ടൻറ്റ് ആൻഡ് ഫുഡ് ടെക്നോളജിസ്റ്റ് എന്ന് ബോൾഡ് അക്ഷരങ്ങളിൽ എഴുതിയിരിക്കണം. നിശ്ചിത തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ജോലി. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ഇന്ത്യൻ ഓവർസീസ് ബാങ്കുകളിലെ അപ്രൻറ്റീസ് ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വേക്കൻസി ഡീറ്റെയിൽസ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് 550 അപ്രൻറ്റീസ് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ 1, ആന്ധ്രാപ്രദേശ് 22, അരുണാചൽ പ്രദേശ് 1, ആസാം 2, ബീഹാർ 11, ചണ്ഡീഗഡ് 2, ഛത്തീസ്ഗഡ് 7, ഡൽഹി 36, ഗുജറാത്ത് 22, ഗോവ 9, ഹിമാചൽ പ്രദേശ് 3, ഹരിയാന 11, ജമ്മു ആൻഡ് കാശ്മീർ 1, ജാർഖണ്ഡ് 7, കർണാടക 50, കേരള 25, മണിപ്പൂർ 1, മേഘാലയ 1, മഹാരാഷ്ട്ര 29, മിസോറം 1, മധ്യപ്രദേശ് 12, നാഗാലാൻഡ് 1, ഒറീസ 19, പഞ്ചാബ് 16, പോണ്ടിച്ചേരി 14, രാജസ്ഥാൻ 13, സിക്കിം 1, തെലങ്കാന 29, തമിഴ്നാട് 130, ത്രിപുര 2, ഉത്തരാഖണ്ഡ് 7, ഉത്തർപ്രദേശ് 41, വെസ്റ്റ് ബംഗാൾ 22. ഏജ് ലിമിറ്റ് 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അതിൽ തന്നെ SC/ST വിഭാഗക്കാർക്ക് പ്രായപരിധിയിൽ നിന്നും ഇളവുകൾ ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഡിഗ്രി. സാലറി. അപ്രൻറ്റീസ് ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 15,000 രൂപയാണ് ശമ്പളമായി ലഭിക്കുക. ശമ്പളത്തിനു പുറമെ മറ്റെല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീ ജനറൽ OBC 1000 രൂപ, വനിതാ SC/ST 708 രൂപ, PWBD 472. സെലക്ഷൻ 1 എഴുത്തു പരീക്ഷ, ഓൺലൈൻ ടെസ്റ്റ്, ലോക്കൽ ഭാഷാ ടെസ്റ്റ്, വെയിറ്റിംഗ് ലിസ്റ്റ്, ലാസ്റ്റ് മെഡിക്കൽ. എങ്ങനെ അപേക്ഷിക്കാം? ഔദ്യോഗിക വെബ്സൈറ്റ് സ്ക്രീനിൽ കൊടുക്കുന്നു, അത് സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെക്യൂരിറ്റി ഗാർഡ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവരും യോഗ്യതയുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഏജ് ലിമിറ്റ് 2024 ജനുവരി 1 50 വയസ്സ് കവിയരുത്. SC/ST OBC ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ സാധാരണ പ്രായപരിധിയിൽ ഇളവ് നൽകും. സാലറി മാസം 22,000 രൂപ. ആപ്ലിക്കേഷൻ ഫീ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിക്രൂട്ട്മെൻറ്റ് ഒഴിവിലേക്ക് അപേക്ഷിക്കുന്നതിന് ഫീസ് ഒന്നും തന്നെ ആവശ്യമില്ല. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യോഗ്യതകൾ ആദ്യം ഉറപ്പുവരുത്തുക. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സെപ്റ്റംബർ 7 വരെ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധിയുണ്ട്. ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുക. 1. ഒഫീഷ്യൽ വെബ്സൈറ്റ് uoc.ac.in സന്ദർശിക്കുക.
ഒഫീഷ്യൽ ഹോം പേജിലെ റിക്രൂട്ട്മെൻറ്റ്, കാരിയർ, അഡ്വർടൈസിംഗ് മെനു എന്നിവയിൽ ഏതെങ്കിലും ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്ത് മുഴുവനായി വായിച്ച് യോഗ്യത ഉറപ്പുവരുത്തുക. യോഗ്യതയുള്ളവർ അപ്ലൈ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന അപേക്ഷാ ഫോമിൽ ചോദിച്ചിരിക്കുന്ന വിവരങ്ങൾ മുഴുവനായി ടൈപ്പ് ചെയ്ത് നൽകുക. നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അനുയോജ്യമായ സൈസിൽ അപ്ലോഡ് ചെയ്യുക. ആവശ്യമെങ്കിൽ അപേക്ഷാ ഫീസ് അടയ്ക്കുക. നൽകിയിരിക്കുന്ന വിവരങ്ങളും കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സമയത്ത് ചെയ്ത അപേക്ഷയുടെ ഒരു പകർപ്പ് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി സൂക്ഷിക്കുക. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ 15 വർഷത്തിൽ കുറയാത്ത സേവനമുള്ള മുൻ സൈനികൻ ആയിരിക്കണം. ബോയ്സ് ഹോസ്റ്റലിൽ നിരവധി ജോലി ഒഴിവുകൾ. കെയർ ടേക്കർ, നൈറ്റ് വാച്ച്മാൻ, ഫുൾ ടൈം സ്വീപ്പർ. മാടായി ITI ബോയ്സ് ഹോസ്റ്റലിൽ കെയർ ടേക്കർ, നൈറ്റ് വാച്ച്മാൻ, ഫുൾ ടൈം സ്വീപ്പർ എന്നീ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സ്വയം തയ്യാറാക്കിയ അപേക്ഷ, ബയോഡേറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം പട്ടികജാതി വികസന വകുപ്പ് ITIയിൽ നേരിട്ട് സമർപ്പിക്കണം. +2, പ്രീ ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യം, കേരള സംസ്ഥാന പിന്നോക്ക സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ അംഗീകാരമുള്ള ഏതെങ്കിലും ചൈൽഡ് കെയർ സ്ഥാപനത്തിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായപരിധി 35 തൊട്ട് 55 വയസ്സ് എന്നിവയാണ് കെയർ ടേക്കർക്ക് വേണ്ട യോഗ്യത. നൈറ്റ് വാച്ച്മാന് വേണ്ട യോഗ്യത 7ാം ക്ലാസ് പാസ്. പ്രായപരിധി 18 തൊട്ട് 55 വയസ്സ്. ഫുൾ ടൈം സ്വീപ്പർ 7ാം ക്ലാസ് പാസ്സായിരിക്കണം. ബിരുദധാരി ആയിരിക്കരുത്. പ്രായപരിധി 35 തൊട്ട് 55 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 049728777300. പ്ലേസ്മെൻറ്റ് ഡ്രൈവ് വഴി ജോലി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ആസാപ് കേരളയുടെ ആഭിമുഖ്യത്തിൽ IBM ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ആസ്പയർ 2024 മെഗാ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് എറണാകുളം SCMS മുട്ടത്തെ ക്യാമ്പസിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. IBM, വോൾവോ, L&T, ഹൈക്കോൺ, ഹൈസങ് തുടങ്ങി 25ലധികം കമ്പനികൾ ഡ്രൈവിൽ പങ്കെടുക്കും. പ്രസ്തുത പ്ലേസ്മെൻറ്റ് ഡ്രൈവിൽ താങ്കളുടെ സ്ഥാപനത്തിലെ 2024 പാസ് ഔട്ട് വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാവുന്നതാണ്. രജിസ്റ്റർ ലിങ്ക് കമൻറ്റ് ബോക്സിൽ. ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ പോസ്റ്റ് പരമാവധി ഷെയർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് ആവശ്യമായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് താൽപ്പര്യപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 70296668 8075549658. ഹരിത കർമ്മസേന പദ്ധതി നിർവഹണത്തിനായി ജില്ലാ കോർഡിനേറ്ററെയും CDS കോർഡിനേറ്ററെയും കുടുംബശ്രീ വഴി നിയമിക്കുന്നു. ആകെ 71 ഒഴിവുകളാണ് ഉള്ളത്. കുടുംബശ്രീ അയൽക്കൂട്ട അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്ക് മുൻഗണന. പ്രായപരിധി 25 തൊട്ട് 40 വയസ്സ്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനം, 2 വർഷത്തെ ഫീൽഡ് ലെവൽ പ്രവൃത്തി പരിചയം എന്നിവയാണ് ഹരിത കർമ്മസേന ജില്ലാ കോർഡിനേറ്ററുടെ യോഗ്യത. ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള സ്ത്രീകൾക്ക് CDS കോർഡിനേറ്റർ ഒഴിവിലേക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അപേക്ഷാ ഫീസായി കുടുംബശ്രീ കോട്ടയത്തിൻ്റെ പേരിൽ മാറാവുന്ന 200 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്നിവ സഹിതം നിശ്ചിത ഫോർമാറ്റിലുള്ള അപേക്ഷകൾ സെപ്റ്റംബർ 13 വൈകിട്ട് 5 മണിക്ക് മുമ്പായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ ജില്ലാ മിഷൻ, ജില്ലാ പഞ്ചായത്ത് ഭവൻ, കോട്ടയം 2 എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ്. അപേക്ഷാ ഫോമിനും വിശദ വിവരങ്ങൾക്കും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.